എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഹൗ ഐ ഏൺ മണി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ട്രൈ ചെയ്ത പാസീവ് ഇൻകം സൈഡ് ഹാസിൽ ഇതിൽ എനിക്ക് സക്സസ് ആയതും ഫ്ലോപ്പ് ആയതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. സോ ആ വീഡിയോൻ്റെ താഴെ ആയിക്കോട്ടെ, എൻ്റെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, കുറേ ആൾക്കാർ കമൻ്റായിട്ടും മെസ്സേജ് ആയിട്ടും ഡൗട്ട്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. സോ ഞാൻ വിചാരിച്ചു അതിൽ ഡൗട്ട്സിൽ മെജോറിറ്റി ഡൗട്ട്സ് എന്ന് പറയുന്നത് ഫ്രാങ്ക്ലി വിയറിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടാണ്. സോ ഞാൻ വിചാരിച്ചു അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്രാങ്ക്ലി വിയറിങ്ങിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഫ്രാങ്ക്ലി വിയറിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ തന്നെ കുറേ ഗ്യാപ്സ് ഉണ്ടായിരുന്നു ഫില്ല് ചെയ്യാൻ. അത് ഡൗട്ട്സ് ചോദിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ പറയാണ്ടെന്ന്. ഇതിൽ മെജോറിറ്റി കമൻറ്റ് എന്തായിരുന്നു വെച്ചാൽ ഫ്രാങ്ക്ലി വിയറിങ് നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ലാപ്പിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതും അതിൽ ക്യാൻവനെ കുറിച്ചിട്ടും ഒക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. സോ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഫോണിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നും അതും കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാമെന്നും എന്നിട്ട് നമുക്കതെങ്ങനെ ഫ്രാങ്ക്ലി വിയറിൽ അപ്ലൈ ചെയ്തിട്ട് ഏൺ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ ഇന്ന് നമുക്ക് ഫ്രാങ്ക്ലി വിയറിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഈ കമൻസിൻ്റെ റിപ്ലൈയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്സ് ആയിരിക്കും മേ ബി ആ കമൻസിലുണ്ടായിരുന്ന ഡൗട്ട്സ്. സോ അതും കൂടി നിങ്ങൾക്ക് മനസ്സിലാകും. സോ അതിനൊരു റിപ്ലൈ കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഫ്രാങ്ക്ലി വിയറിങ് എന്താണെന്ന് ആദ്യം തന്നെ സംസാരിക്കാം. സോ കുറേ ആൾക്കാർ ചോദിച്ച സംഭവമായിരുന്നു ഫ്രാങ്ക്ലി വിയറിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് സംഭവം. സോ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്, അതൊരു വെബ്സൈറ്റ്, ആപ്പ് ഒന്നല്ല, ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ് ഫ്രാങ്ക്ലി വിയറിങ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാൻഡും അല്ല. അതൊരു എന്താ പറയുക, നമ്മൾ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ ഡിസൈൻ ആർട്ട് പരമായിട്ട് എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ അവർക്ക് അവരുടെ ആർട്ടും ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അവരൊന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉള്ളത്. സോ ഇതൊരു ബ്രാൻഡല്ല. നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് ഷോ ചെയ്യാനും പിന്നെ അതിൽ നിന്ന് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സംഭവമാണ്. സോ പ്രിന്റ് ഓൺ ഡിമാൻഡ് വെബ്സൈറ്റ് ആണ്. അതായത് നമുക്ക് അതിനൊരു ഡിസൈൻ ടീഷർട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്ന് ഓർഡർ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഓർഡർ ചെയ്യുമ്പോഴാണ് അവരത് പ്രിന്റ് ചെയ്യുക. അങ്ങനെ ഒരു പ്രിന്റ് ഓൺ ഡിമാൻഡാണ്. കസ്റ്റമർ എപ്പോഴാണോ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ അത് പ്രിന്റ് ചെയ്യുള്ളൂ അവർ. അങ്ങനത്തെ ഒരു വെബ്സൈറ്റാണിത്. ഇതിൽ കുറച്ച് ടീഷർട്ട്, മഗ്, പിന്നെ ടോട്ട് ബാഗ്, ക്രോപ്പ് ഹുഡീസ്, പിന്നെ ക്രോപ്പ് അല്ലാത്ത സാധാ ഹുഡീസ്, ഇങ്ങനത്തെ ഹുഡീസ്, ഇങ്ങനത്തെ പിന്നെ നമ്മുടെ മാക്സി ടൈപ്പ് ടീഷർട്ട് ഉണ്ടല്ലോ, ടീഷർട്ട് അങ്ങനത്തെ ഒരു പേരുണ്ട്, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളാണ് ഇതിലുള്ള. ഓവർ സൈസ് ടീഷർട്ട് ഉണ്ട്. സോ ഇത്രയും പ്രൊഡക്റ്റിലേക്ക് നമുക്ക് നമ്മുടെ ഡിസൈൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒറ്റ ഡിസൈൻ ചെയ്താൽ ഈ എല്ലാ പ്രൊഡക്റ്റിലും നമുക്ക് ആ ഒറ്റ ഡിസൈൻസ് ആഡ് ചെയ്യാനും നമ്മൾ ഈ ഓരോ പ്രൊഡക്റ്റിലും നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമ്മളെ ഡിസൈൻ എത്ര പൈസ നമുക്ക് കൊടുക്കണം, അത് ടണ്ണ് ടു പിന്നെ അങ്ങനെ പോകുന്നുണ്ട്, നമുക്ക് അവിടെ നിന്നിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ നിങ്ങളൊരു ടീഷർട്ട് ബ്രാൻഡൊക്കെ തുടങ്ങണം, പണ്ട് മുതലേ കുറേ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും സ്വന്തമായിട്ടൊരു ടീഷർട്ട് ബ്രാൻഡ് തുടങ്ങണം എന്ന്. കുറേ ആൾക്കാരെന്നല്ല, കുറച്ച് ആൾക്കാർ, എന്നെ പോലത്തെ ആൾക്കാരൊക്കെ. സോ ബ്രാൻഡ് തുടങ്ങണം, എന്നിട്ട് നമുക്ക് എന്താ പറയുക സെല് ചെയ്യണം എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്കും ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഒരു ഏജ്, ഇപ്പോൾ ഒരു ഓക്കെ നമ്മൾ ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടി മീൻസ് ഒരു സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന +2 ഫസ്റ്റ് ഇയർ, ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളിൽ ആഗ്രഹം ഉണ്ടാവും. ബട്ട് അതിന് എന്താ പറയുക, ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വരികയാണെങ്കിൽ ഈ ഒരു ഫ്രാങ്ക്ലി വിയറിങ് ഞങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും നമ്മളതിൽ ഫോക്കസ്ഡ് ആയി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ഡിസൈൻസ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നൊക്കെ തിങ്ക് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ജേണി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. നമുക്ക് ഇനിയിപ്പോൾ ഭാവിയിൽ ഒരു ടീഷർട്ട് ബ്രാൻഡൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറേ ഐഡിയാസ് ഒക്കെ കിട്ടാനും, കാരണം ഇതിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു സംഭവം മനസ്സിലായും. ഇതിൻ്റെ ഒരു ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ ഒരു നേക്ക് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഇതിലെന്ന് പറയുമ്പം നമുക്ക് 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്കൊന്നും അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുക്കുക
ചില സംഭവങ്ങളുണ്ട്. നമ്മളിപ്പം വർക്ക് ഫ്രം ഹോം ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ അങ്ങോട്ട് പേ ചെയ്യണം, എന്നാലേ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ ആ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ സംഭവങ്ങൾ ട്രൈ ചെയ്ത്, ചിലതൊന്നും എനിക്ക് ഓർമ്മയില്ല, എനിക്ക് അതിൽ മിസ്സായി പോയിന്. ട്രൈ ചെയ്ത് നോക്കുന്നിടയിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടാവും. അതായത് നമുക്ക് ജോലി കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അങ്ങനെ സംഭവം. വർക്ക് ഫ്രം ഹോം ആയിരിക്കും, അവരെ നമ്മൾ ഓൺലൈനായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് അവരെ ഒരു കൂടുതലായിട്ട് അല്ലെങ്കിലും നമ്മൾ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്താലും അങ്ങോട്ട് പൈസ കൊടുക്കുന്ന ഒരു ഏർപ്പാടിനും നിൽക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ അങ്ങനെ സംഭവത്തിലും പെട്ടുപോയിട്ടില്ല. ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം, ഈ ഒരു ഫ്രാങ്ക്ലി വിയർ വെബ്സൈറ്റിൽ നമുക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവങ്ങളും വരുന്നില്ല. നമ്മൾ നമ്മുടെ ടൈം പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇത് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കേണ്ട. സിമ്പിളായിട്ട്, അതായത് നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ടീഷർട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓക്കെ ടീഷർട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക, അധികം നമ്മുടെ ഒരു ജനറേഷന് ആ ടൈമിലുള്ള ആൾക്കാർ, ഐ മീൻ ഒരു അതിൽ കൂടുതലും ഉണ്ടാവുക നമുക്കൊരു 15 to 35 വരെയുള്ള ആൾക്കാരെ വേണമെങ്കിൽ എടുക്കാം. ഈ ഒരു ജനറേഷനിലുള്ള ആൾക്കാരാണ് അധികം അതൊന്ന് ഓർഡർ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു മെയിൻ കാര്യം, ഞാൻ ഇതിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അല്ലാതെ തന്നെ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിതിന് അധികം ഇരിക്കാൻ പറ്റില്ല. എന്നിട്ട് തന്നെ ഞാനൊരു 23 ഡിസൈൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് കുറച്ച് ഡിസൈൻസ് സെല്ലായിട്ടുണ്ട്. അപ്പം ഇതിൽ സെല്ലായ ഡിസൈൻസും ഞാൻ ചിലത് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യും, പക്ഷെ അത് സെല്ലാവില്ല. ചിലത് ഞാൻ പെട്ടെന്ന് ടെക്കറിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്യും, പക്ഷെ അത് സെല്ലാവും. അതാണ് ഇതിൻ്റെ ഒരു സൈക്കോളജി. അതായത് നമ്മളൊരു ടീഷർട്ട് കാണുമ്പോൾ, നമ്മളൊരു ടീഷർട്ട് ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ആവണ ചിലപ്പോൾ അതിൻ്റെ കോഡ്സ് വെക്കാരും. ഇപ്പോൾ ഒരു ബ്ലാക്ക് ടീഷർട്ട് ആയിരിക്കാം, അതിൽ ജസ്റ്റ് ഒരു നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ടാവും, മറ്റൊരു ഡോട്ട് ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം എനിക്ക്. അപ്പം ഞാൻ അത് വാങ്ങിക്കും. ഇത് കൊള്ളാം, ഈ ടീഷർട്ടിൻ്റെ കോട്ട് കൊള്ളാം, സംഭവം കൊള്ളാം, ഞാനും എൻ്റെ ക്യാരക്ടറൊക്കെ ആയിട്ടൊരു മാച്ച് ഉണ്ട് എന്നുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മളത് വാങ്ങും. അതുപോലെ ഒരു സംഭവം. അപ്പം നിങ്ങൾക്ക് അത്രയും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് നല്ല നല്ല കോഡ്സ് ഒക്കെ തോട്ടിൽ വരികയാണെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ സിനിമ ഡയലോഗ്സ് ഒക്കെ തോട്ടിൽ വരികയാണെങ്കിൽ അത് നല്ല ക്രിയേറ്റീവായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പം നോട്ട് ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടൈപ്പിംഗ് മാത്രമാണ്. അതിന് കുറേ ഫോണ്ട് സെറ്റ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു മിനിമലിസ്റ്റിക് എന്ന് പറയാം. ഓക്കെ, ഭയങ്കര മിനിമലായിട്ടുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഫിലിം ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലിമിൽ, മലയാള സിനിമയിൽ തന്നെ ഇപ്പം അത്യാവശ്യം ഓക്കെ നമുക്ക് ജസ്റ്റ് മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ടീഷർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അത്രയ്ക്കും സിമ്പിളാണ്, ബട്ട് അത് കുറേ ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചില സിനിമ ഡയലോഗുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ കൊടുക്കാം. അല്ലെങ്കിൽ നോ സ്മോക്കിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ടീഷർട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ക്രിയേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കുറേ വരയ്ക്കാൻ അറിയണം, ഡിജിറ്റലി അതറിയണം ഇതറിയണം എന്നൊന്നും ചിന്തിച്ചിരിക്കണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. അപ്പം കുറേ ആൾക്കാർ ഫോണിൽ എങ്ങനെ നമുക്ക് ഈ ഡിസൈൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. ആദ്യം തന്നെ ഞാനത് കാണിച്ചു തരാം. എങ്ങനെ നമുക്ക് ഫോണിൽ ഡിസൈൻസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഫോണിൽ അപ്ലോഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഫോണിൽ എന്താ പറയുക ഫോണിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കാം, ഫ്രാങ്ക്ലി വിയറിങ് എങ്ങനെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ പോലെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആ സ്ക്രീൻ റെക്കോർഡിൽ ഞാൻ ഡിസൈൻ ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഫോണിൽ ഡിസൈൻ ചെയ്യുന്നത് വളരെ റെയറാണ്. ഞാൻ അധികം വളരെ റെയറാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യത്തെ ഫോണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യണപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അധികം ലാപ്പിലാണ് ഡിസൈൻ ചെയ്യലുള്ളത്. എൻ്റെ വർക്ക് മൊത്തം ലാപ്പിലാണ് വരുന്നത്. അപ്പോൾ ലാപ്പിലായതുകൊണ്ട് തന്നെ എനിക്ക് ഫോണിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. സോ ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തപ്പോൾ കുറേ ടൈം എടുത്ത് റിസ്ക് എടുത്ത് ഞാൻ ചെയ്തപ്പോൾ ഞാനൊരു സിമ്പിൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ചെയ്യുന്ന രീതിയിലും നിങ്ങൾക്ക് ചില സാധാ ഇമേജസ് എടുത്തിട്ട് അത് വെക്ടർ ആക്കിയിട്ട്, വെക്ടർ എന്ന് പറഞ്ഞാൽ അത് വരച്ചെടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. വെക്ടർ എന്നല്ല, സോറി, PNG വേണം. PNG ആണ് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇതിന് കുറച്ച് മെഷർമെൻറ്റ്, ഐ മീൻ റെസൊല്യൂഷൻ കാര്യങ്ങളുണ്ട്. അത്രയും റെസൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെറുതായി പോകും. സോ റെസൊല്യൂഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം
നിങ്ങൾ കൊടുക്കാൻ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടായിരുന്ന ഫ്രാങ്ക്ലി വിയറിങ്ങിൻ്റെ ഡൗട്ട്സ്, കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ ഇത് കൂടി കേട്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഇത് പറയണത്. മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംഭവമായിരുന്നു. ഫോണിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണിത്. നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാം, ഈസി ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഫ്രാങ്ക്ലി വിയറിങ്ങിൽ. എന്നിട്ട് നമുക്ക് അത്യാവശ്യം ഇപ്പം 100 ഓർഡേഴ്സൊക്കെ നമ്മളുടെ ആയി കഴിഞ്ഞാൽ അവർ നമുക്ക് ഗിഫ്റ്റ്സ് ഒക്കെ അയച്ച് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയി അതിൻ്റെ ഓഡിയൻസിനെ മനസ്സിലാക്കുക. കുറേ കഴിയുമ്പോൾ നമുക്ക് കിട്ടും, കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇത് എങ്ങനെയൊക്കെയാണ് വർക്ക് ആവണം എന്നുള്ള കാര്യങ്ങൾ. സോ അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ഞാൻ ഇത് തുടങ്ങിയത് എന്താ വെച്ചാൽ എനിക്ക് ടീഷർട്ട് സാധനം തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അത് വർക്കാവാൻ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിനുപരി ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഇത് അതിന് പറ്റിയൊരു പ്രോസസ്സാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടാണെങ്കിത് പറഞ്ഞത്. അപ്പം അവള് ആകെ ഞാൻ 20-23 എണ്ണം ചെയ്തിട്ട് തന്നെ എൻ്റെ കുറച്ചെണ്ണെ ഓർഡർ പോയിട്ടുള്ളൂ. കാരണം ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തന്ന് അപ്പം എനിക്ക് ഓർഡർ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ മാത്രം, കാരണം എനിക്ക് അങ്ങനെ നേരമില്ല. ഒന്നാമത് എനിക്ക് ക്ലാസ് ഉണ്ട്, വർക്ക് ഉണ്ട്, ഇപ്പോൾ ഫുൾ ഓരോരോ സംഭവങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഡീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഞാനിങ്ങനെ ഡിസൈൻ ചെയ്യും, എപ്പോഴെങ്കിലും ടൈം ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ, എന്നിട്ട് അപ്ലോഡ് ചെയ്യും. പക്ഷേ അത് നമ്മളെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്തതുകൊണ്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്. പക്ഷെ ഇവള് എന്ന് പറഞ്ഞാൽ ആകെ ഒരു 5 ഡിസൈൻസ് ഇട്ട് ഇവൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിൽ ഒരൊറ്റ ഡിസൈന് 10 ടീഷർട്ട് അവളത് സെല്ലായിപ്പോയി. യുണീക്കും ക്രിയേറ്റീവും ഒക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാർ എന്തായാലും വാങ്ങിക്കും. സോ നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇതിൽ ചോദിച്ചായിരുന്നു ഇത് കാര്യം വാങ്ങിക്കുമോ, ഇതായിരിക്കും അറിയണ്ടാവും അങ്ങനത്തെ കാര്യം. അത് സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കും. പിന്നെ ഇത് അത്ര അറിയപ്പെടുന്ന വെബ്സൈറ്റ് അല്ലല്ലോ, എന്ന് അറിയപ്പെടാത്ത നമുക്ക് കുറച്ച് ആൾക്കാർക്കാണ് ഇത് അറിയാത്തതെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇതിൻ്റെ അത്യാവശ്യം അവർ ഫ്രാങ്ക്ലി വിയറിങ്ങിൽ തന്നെ അവർ മാർക്കറ്റിംഗ് ചെയ്യും. പിന്നെ നിങ്ങൾ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണും ഈ സെല്ലർ അക്കൗണ്ട് അയച്ചു. അതായത് ഇപ്പം ഞാനാണ് ഇതിൽ ഡിസൈൻസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ, പിൻട്രസ്റ്റിൽ അങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം പിൻട്രസ്റ്റിലാണ് അധികം ആൾക്കാരും ടീഷർട്ടൊക്കെ നോക്കുമ്പം കുറേ ആൾക്കാർ അങ്ങനെ ട്രൈ ചെയ്ത്, ഐ മീൻ പിൻട്രസ്റ്റിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കലുണ്ട്. ഇൻട്രസ്റ്റിംഗ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ക്രിയേറ്റീവ് യൂണീക്ക് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അത് വിഷ് ലിസ്റ്റിലെങ്കിലും ഇട്ടേക്കണ പോലെ സേവ് ചെയ്തെങ്കിലും വെക്കും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്ത് പിന്നെ അവർ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ മാർക്കറ്റ് ചെയ്യും. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളിത് മാനുഫാക്ചർ ചെയ്യേണ്ടയോ അല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ പാക്ക് ചെയ്യേണ്ടയോ എന്നൊരു സംഭവമില്ല. നമുക്കുള്ളി നമ്മൾ ഡിസൈൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, മെയിൻ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു, ബാക്കി ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം തരാം. കുറേ ആൾക്കാർ എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഈ അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യത്തിൽ കുറച്ചൊരു മിസ്റ്റേക്സ്, കൺഫ്യൂഷൻസ് വന്നായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് 2 രീതിയിൽ അക്കൗണ്ട് തുടങ്ങുന്ന രീതിയുണ്ട്. അതിൽ ഫസ്റ്റത്തെ രീതി ഒരു ട്രൈ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക. ഐ മീൻ ഒരു തുടങ്ങാൻ പറ്റുന്നില്ല, മെർച്ച് സ്റ്റോർ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ സെല്ലർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ കയറിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അതിലത്തെ സെല്ലർ, ഐ മീൻ അതിൽ മെർച്ച് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഡിസൈൻസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഫ്രാങ്ക്ലി വിയറിംഗ് സെർച്ച് ചെയ്തിട്ട് അതിൽ താഴെ സെല്ലർ അക്കൗണ്ട് എന്ന സംഭവം കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സംഭവം കിട്ടും. ഐ മീൻ ഇതിൽ ഫോൺ നമ്പറും നമ്മുടെ ഇമെയിലൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ എങ്ങനെയെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് പറഞ്ഞ് ഇതാക്കുന്നില്ല. ഓക്കെ, ഒരാൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിൻ്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള സംഭവം. ഞാനിത് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഐ മീൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് കൊടുക്കാം ആ വീഡിയോൻ്റെ. അപ്പോൾ അതിലിട്ട ഞാൻ ടീഷർട്ട് ഇട്ടണ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എഴുതിയിട്ട് സ്വന്തം ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഞാൻ തന്നെ ഓർഡർ ചെയ്തു എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് വലിയ വിഷയമുള്ള, ഐ മീൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്ത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട്, അതിൽ കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ഞാൻ അവൻ്റെ പേരൊക്കെ വെച്ചിട്ടൊരു ഡിസൈൻ ചെയ്തിട്ട് അത് വാങ്ങിച്ചായിരുന്നു. അവനത് കുറേ യൂസ് ചെയ്തു. പൊതുവേ പിള്ളേർക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ അവരുടെ ക്ലോത്ത്സിന് കുറച്ച് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടില്ലെങ്കിൽ അവർക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ വരുമെന്ന് പറഞ്ഞേക്കാം. ബട്ട് ഇത് അവൻ യൂസ് ചെയ്തിട്ട് അവൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല.
അപ്പം എനിക്ക് ക്വാളിറ്റിയിലൊന്നും വലിയ ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നിയില്ല. ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നി. നല്ല യുണീക്കായിട്ടുള്ള ഡിസൈൻസ് നമുക്ക് അതിന് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി. അപ്പം നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിലും വാങ്ങാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് പേയ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക. പ്ലീസ് റിപ്ലൈ ആൻഡ് ഫസ്റ്റ് പറഞ്ഞ ഫ്രാങ്ക്ലി വിയറിംഗ് FW ജസ്റ്റ് ബ്രാക്കറ്റിൽ ഇട്ടണം. അതെങ്ങനെയാ, ആപ്പ് വല്ലതും ആണോ, സേഫ് അല്ലേ? ആപ്പല്ല, ഇതൊരു വെബ്സൈറ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സേഫ് ആണ്. എനിക്ക് സേഫ് ട്രൈ ചെയ്തിട്ട് സേഫ് ആയിട്ടാണ് തോന്നി. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ കൂടെ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അതിൽ വർക്ക് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്കും വലിയ വിഷയമുള്ള മാതിരി പറഞ്ഞിട്ടില്ല. അവരൊക്കെ യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അപ്പം നിങ്ങൾക്ക് സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ ഒരു പോക്കറ്റ് മണിക്ക് ബെറ്റർ ഓപ്ഷനാണ്. കുറേ ആൾക്കാർ ആ വീഡിയോൻ്റെ താഴെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ്, എനിക്ക് വളരെ സന്തോഷം. അണ്ടർ 18 ഏജ് ഉള്ളവർക്ക് പറ്റില്ല, ഇതൊന്നും ചെയ്യാൻ ഏജ് ലിമിറ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ ഇതിൽ കുറഞ്ഞ ഏജുള്ള ആൾക്കാരും ഇതിൽ കുറച്ച് പ്രശ്നങ്ങളൊന്നുമുള്ള വെബ്സൈറ്റിലല്ലോ. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് അവർ പിന്നെ 40 to 48 hours അവർ ഫുൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവർ നമ്മളെ ഡിസൈൻസ് അവർ അപ്ലോഡ് ചെയ്യുള്ളൂ. അതായത് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിരിക്കും, അത് കഴിഞ്ഞ് അവരത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 48 hour അവരത് ചെക്ക് ചെയ്യും. അത് AI ക്രിയേറ്റഡ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഡിസൈൻ ആണോ, അതൊക്കെ അവർ ചെക്ക് ചെയ്യും. എന്നിട്ട് മാത്രമേ അവർ എടുക്കുള്ളൂ. അപ്പം അത്രയും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. അപ്പം നിങ്ങൾ 18 ആണെന്നുണ്ടെങ്കിൽ ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ പാരൻസിൻ്റെ ഇത് വെച്ചിട്ട് കയറാവുന്നേ ഉള്ളൂ. കാരണം ഡിസൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനല്ലേ, അല്ലാതെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലല്ലോ. സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലത് തന്നെയാണ്. അങ്ങനെ പ്രശ്നമുള്ള എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഒരാൾ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്, അവർ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. സോ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആമസോൺ KDP, ഫ്രാങ്ക്ലി വിയർ, പിന്നെ ഫ്രീലാൻസിങ്. ഇതൊന്നും ചെയ്താൽ ശരിക്കും ക്യാഷ് കിട്ടൂല, ഏതാ ഇതിൽ ഏറ്റവും ബെറ്റർ എന്ന്. അപ്പോൾ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് നമ്മളൊരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ക്ലയൻ്റൊക്കെ കിട്ടി ഒന്നിങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ച് കയറാൻ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. എന്നാലും നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കില്ലില്ലെങ്കിൽ ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ വേറെ ഫീൽഡിലും ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സ്കില്ലല്ലാത്ത വേറെ രീതിക്കും. പക്ഷെ അതൊരു ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അതിൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ഹോസ്റ്റലിലുള്ള ആളായതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഈ KDP ആൻഡ് ഫ്രാങ്ക്ലി വിയർ. അതിൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തതിലേക്ക് ഫ്രാങ്ക്ലി വിയറിംഗ് ആണ് ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയത്. ആമസോൺ KDPക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, കാരണം അത് വേൾഡ് വൈഡ് ആണ് സംഭവം. ഓക്കെ, അപ്പോൾ അതിന് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ ഫ്രാങ്ക്ലി വിയറിങ്ങിന് അത്ര കോമ്പറ്റീഷൻ ഇല്ല ആമസോൺ KDPനെ വെച്ച് വെക്കുമ്പോൾ. പിന്നെ പേയ്മെൻറ്റ് എന്തായാലും കിട്ടൂല എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് എന്തായാലും കിട്ടും. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെ നമുക്ക് കിട്ടുന്നത്, ലൈക്ക് പേയ്മെൻറ്റ് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ IFSC കോഡും അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കണം. അപ്പോൾ ഇത് സേഫ് ആണോ എന്നുള്ളൊരു സംഭവം വരും. എനിക്ക് പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യനാണ്, +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് ഇരിക്കുക, എനിക്കിനി കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഇൻകം ഉണ്ടാക്കി തുടങ്ങണം, ജെനുവിനായിട്ട് തന്നെ വീഡിയോ ഇട്ട് പറയണം, ഫ്രീലാൻസിങ്ങിനെ കുറിച്ച് അറിയണം എന്നുണ്ട്. സോ ഫ്രീലാൻസിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് പിന്നെ സംസാരിച്ച് ഒരു വീഡിയോ ചെയ്യാം. ഇവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം, അത്യാവശ്യം ഒരു ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. ഓക്കെ, ഞാൻ പറഞ്ഞ ഫ്രാങ്ക്ലി വിയർ. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. റിപ്ലൈ തരാത്തവർക്ക് ഞാൻ റിപ്ലൈ തരുന്നതാണ്. കുറച്ച് ടൈം എടുക്കും, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ഒന്നാമത് ഞാൻ എൻ്റെ ലാസ്റ്റ് സെമസ്റ്ററിൽ ഫുൾ കുറേ വർക്കും അസൈൻമെൻറ്റ് അല്ല, ഡെസേർട്ടേഷനും റിസർച്ച് പ്രപ്പോസലും അതിന് ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുന്ന ഒരു തിരക്കിലായതുകൊണ്ടാണ് എനിക്ക് വീഡിയോയും അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, പിന്നെ ഒരാൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഹായ്, ഐ ഹാവ് ക്രിയേറ്റഡ് ഓൺലി 3 designs ആൻഡ് ഇറ്റ് ഷോസ് മാക്സിമം ലിമിറ്റ് ഓഫ് ഡിസൈൻസ് റീച്ച്ഡ് ആൻഡ് ഐ ആം അണേബിൾ ടു ക്രിയേറ്റ് ന്യൂ ഡിസൈൻ, വാട്ട് ഷുഡ് ഐ ഡു എന്ന് ചോദിച്ചിട്ട് പ്ലീസ് റിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലെനിക്ക് തോന്നുന്നത് ഞാൻ ഡിസൈൻ ചെയ്തത് ഞാൻ എത്രത്തോളം ചെയ്തു എന്നുള്ളത് ഞാൻ സൈഡിൽ സ്ക്രീനിൽ കൊടുക്കാം.
അപ്പോൾ ഒരു 20 എത്രയോ ഡിസൈൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. മേ ബി നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ കുറച്ച് ഡിസൈൻസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം. ഈ 3 എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ 3 ഡിസൈൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 48 hours അവരിത് ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സബ്മിറ്റ് ചെയ്യുള്ളൂ. മേ ബി അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടാവും. എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഞാൻ അത്യാവശ്യം ഡിസൈൻസ് 20 എത്രയോ ഡിസൈൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം മേ ബി ഇതാവും വിഷയം. സോ നിങ്ങൾ അത് ഒരു 48 hours ഒന്നും എടുക്കില്ല. അതിന് മുന്നേ തന്നെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അവരത് സബ്മിറ്റ് ചെയ്യും, എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞിട്ട്. പിന്നെ മണി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് റിപ്ലൈ തന്നു. എനിക്ക് അങ്ങനെ പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇത് സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും സെയിം. എനിക്ക് അങ്ങനെ പ്രോബ്ലം ആയിട്ടിട്ട് അങ്ങനെയെന്നല്ല, എനിക്ക് ഫുള്ളി പ്രോബ്ലം ആയിട്ടിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കണു. ഓക്കെ, ഇതുവരെ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ പൈസ പോവാ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ട്. അത് റിട്ടേൺ ചെയ്യാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഓർഡർ ചെയ്ത സമയത്തും അതിൽ റിട്ടേൺ ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷെ എനിക്കത് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാനൊരു ഓവർ സൈസ് ടീഷർട്ട് ഓർഡർ ചെയ്തിരുന്നത്. അപ്പം റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്നാണ് തോന്നുന്നത്. ഇനി ഇപ്പോൾ ആദ്യം അവർ 500 രൂപ ആയി കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ലേനു. ഇപ്പോൾ അവർ 300 രൂപ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ഇപ്പോൾ 150 ആണ് നമ്മൾ ഡിസൈൻസിന് ഇട്ടതെന്നുണ്ടെങ്കിൽ ആ 150 അപ്പം തന്നെ എടുക്കാൻ പറ്റില്ല. അടുത്ത ആൾ ഓർഡർ ചെയ്താൽ 300 ആവണം, എന്നിട്ടേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം ഞാൻ ചെയ്യുന്ന സമയത്ത് 500 രൂപ ആവാതെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂലേനു. ഇപ്പോൾ 300 രൂപ ആക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ലാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ 300 രൂപ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വിഡ്രോ ചെയ്തപ്പോൾ അത് വിഡ്രോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അറിയില്ല. ബട്ട് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവാൻ കുറച്ച് പാടാണ്. റിട്ടേൺ ഓപ്ഷൻ വരാൻ ചാൻസ് ഇല്ല. കാരണം ഇതൊരു പ്രിൻ്റ് ഓൺ ഡിമാൻഡ് വെബ്സൈറ്റാണ്. സോ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർ പ്രിൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ റിട്ടേൺ എടുക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇത്രയും കമൻസ് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി കോമൺ കമൻസ് ആയതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അപ്പം ഇനി ബാക്കി നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് സ്ക്രീൻ റെക്കോർഡ് കൊടുക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിലാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇതിൽ ഡിസൈൻ ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് വലിയ അറിവില്ല. ബട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ബുൾസൈൻ്റെ ഫോട്ടോ, അത് ഉള്ള ഇമേജാണ്. അത് ഞാൻ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. എനിക്കറിയാം ഇത് അത്ര ബെറ്റർ അല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ബെറ്റർ ആക്കിയിട്ട് ചെയ്യുക. ഇത് ഞാൻ നിങ്ങൾക്ക് റെഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യണത്. ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ലാപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് ഇത്ര കഷ്ടപ്പാടുണ്ടാവില്ല. എൻ്റെ ഒന്നുകൂടി വൃത്തിക്ക് വരലുണ്ട്. അപ്പോൾ ഈ സ്കെച്ച് ബുക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ ക്യാൻവാസ് സെലക്ട് ചെയ്യുമ്പം 1600 പിക്സൽ എടുക്കണം. അതാണ് നമ്മുടെ, ഇല്ലാന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ്റെ പ്രോബ്ലംസ് വരും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കത് സൂം ചെയ്യാനൊക്കെ കുറച്ച് പാടേക്കും. അപ്പോൾ 1600 പിക്സൽ നമ്മൾ ക്യാൻവാസ് എടുത്തിട്ട് അതിലാണ് വരയ്ക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ PNG ആയിട്ട് തന്നെ നമ്മുടെ ഇമേജ് സേവ് ചെയ്യുക. എന്നിട്ട് നേരെ ഫ്രാങ്ക്ലി വിയർ നമ്മുടെ ഗൂഗിൾ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ സെൽ യുവർ ആർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫ്രാങ്ക്ലി വിയർ നേരെ ക്ലിക്ക് ചെയ്ത് പോകരുത്. സെൽ യുവർ ആർട്ടിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആർട്ട് സെൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സൈൻ അപ്പ് ആസ് എ ക്രിയേറ്റർ എന്നിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ താഴെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മളെ വർക്ക് എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ കാണാൻ പറ്റും. അത് നമുക്ക് വായിച്ച് നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ പ്രോസസ്സ്. പിന്നെ മുകളിലുള്ള 3 ഡോട്ട്സിൽ നമുക്ക് ഇവരുടെ സർവീസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റും. അതൊന്നും നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ സൈൻ അപ്പ് ആസ് എ ക്രിയേറ്റർ എന്നുള്ളതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും. സോ അതിൽ ഫോൺ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യുക, ഇമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യുക. സോ ഞാൻ ഇമെയിൽ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. ഞാൻ ഇവിടെ എൻ്റെ ഇമെയിൽ ബ്ലറാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. സോ നിങ്ങളൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മുടെ നെയിമും ഇമെയിലും ബാക്കി URL സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാണ്ട്. അപ്പം അത് നമ്മൾ കൊടുക്കുക. പിന്നെ എബൌട്ട് മീ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മളെക്കുറിച്ചൊരു ചെറിയ റിവ്യൂ കൊടുക്കുക.
പിന്നെ കാറ്റഗറി എന്നുള്ളൊരു സംഭവമുണ്ട്, അതായത് നമ്മൾ ഏത് ക്രിയേറ്റർ കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പം ഞാൻ ഇല്ലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്, അതാണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, പിന്നെ നിങ്ങളുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, സ്ട്രീറ്റ് അഡ്രസ്സ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, അത് കൊടുക്കുക. പിന്നെ പിൻകോഡ്, സിറ്റി, സ്റ്റേറ്റ് ഇതൊക്കെ കൊടുത്തതിന് ശേഷം താഴെ ഒരു ടിക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കാനാണ്. ഇവിടെയാണ് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, IFSC കോഡ് കൊടുക്കുക. അപ്പോൾ സേഫ് ആണോ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പം എനിക്കിത് ഇതുവരെയായിട്ട് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. സോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുക്കുക. അത് കൊടുത്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പോകാൻ പറ്റുള്ളൂ. പിന്നീടുള്ള വരുന്നത് സോഷ്യൽ ഹാൻഡിൽസ് ആണ്. ഇതിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക്, ബിഹൈൻഡ്സിൻ്റെ ലിങ്ക്, പിന്നെ കുറച്ച് ഫേസ്ബുക്ക്, വെബ്സൈറ്റ്, ഡ്രിബിള്, പിന്നെ യൂട്യൂബ് ഉണ്ട്. ഇതിൻ്റെ ലിങ്ക്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ നേരെ കിട്ടും, അവർക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ സോഷ്യൽ ഹാൻഡിലുകൾ ഏതൊക്കെയുള്ളത് അതിൻ്റെ ലിങ്ക്സ് കൊടുക്കുക, എന്നിട്ട് ഫിനിഷ് അടിക്കുക. നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡിസൈൻസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച സാധനം നമുക്കിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കാം. ഈ ഡിസൈൻസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് മിസ്റ്റേക്സും ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൽ കസ്റ്റമൈസ്, ഡയറക്റ്റ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ കസ്റ്റമൈസ് ആണ് ചൂസ് ചെയ്യുന്നത്. സോ നമുക്ക് കസ്റ്റമൈസ് ചൂസ് ചെയ്തിട്ട് അതിൽ ടീഷർട്ട് സെലക്ട് ചെയ്യാം. ടീഷർട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലോഡ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫയലിൽ കയറിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് അത് നമ്മൾ ഈ ബക്കറ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടീഷർട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ഇതിൽ കണ്ടോ, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ ആരും വാങ്ങൂല, കാരണം അത് ആ ഡിസൈനെ അത്രയും മോശമാക്കും. സോ നിങ്ങൾ PNG ആയിട്ട് തന്നെ മസ്റ്റായിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഈ മിസ്റ്റേക്ക് ചെയ്യരുത്. സോ നമുക്ക് നമ്മുടെ PNG ഇമേജ് തന്നെ നമ്മുടെ ബക്കറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നേരെ നമ്മുടെ ടീഷർട്ടിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിത് സൂം ചെയ്യുമ്പോൾ എനിക്കത് സൂം ചെയ്ത് കറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്യാൻവാസ് സെലക്ട് ചെയ്യുമ്പോൾ 1600 പിക്സലല്ല കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വരും. സോ നമ്മൾ അത്രയും ഡിസൈൻ ചെയ്തത് വേസ്റ്റായി പോകും. അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇത് സൂം ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1600 പിക്സലിൽ തന്നെ നമ്മൾ ഡിസൈന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ ഡിസൈൻ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എനിക്കിഷ്ടപ്പെട്ട ടീഷർട്ട് കളർ സെലക്ട് ചെയ്ത് ഡിസൈനിൻ്റെ നെയിമും കൊടുത്തിട്ട് സെല്ല് ക്ലിക്ക് ചെയ്യാണ്. സെല്ല് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഡിസൈനിന് പ്രൈസ് ഇട്ട് കൊടുക്കാൻ പറ്റുക. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസൈൻ്റെ പേയ്മെൻറ്റ് എത്രയെന്ന് തീരുമാനിക്കേണ്ടത് ഇനി ഇവിടെയാണ്. സോ ഓരോ ടീഷർട്ടും ഹുഡീസോ ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് അതിന് ഏത് കളറാണ് ചൂസ് ചെയ്യേണ്ടത്, എത്രയാണ് നമ്മുടെ മാർജിൻ റേറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിവിടെ 15 ആണ് എല്ലാത്തിനും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എഡിറ്റ് ചെയ്യാനും പറ്റും. സോ ഇപ്പോൾ നിങ്ങൾ എത്ര വെച്ചാൽ കൊടുക്കുന്നത് അതിനനുസരിച്ച് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആ പേയ്മെൻറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ടീഷർട്ടിന് ഇപ്പോൾ 100 രൂപയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഡിസൈനിന് 50 രൂപ ഇട്ട് കഴിഞ്ഞാൽ 150 ആവും ടോട്ടൽ. അതിൽ ആ 50 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഫില്ല് ചെയ്യാണ്ട്, അതിൽ നെയിം ഓഫ് ദി ഡിസൈൻ ഓൾറെഡി ഫില്ലായിട്ടുണ്ടാവും. ഫില്ലായിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിസൈൻ്റെ നെയിം കൊടുക്കുക. പിന്നെ ഇല്ലുസ്ട്രേഷൻ ആണോ, ഏത് കാറ്റഗറിയാണ് നിങ്ങൾ ഡിസൈൻ വേണം. ഇപ്പോൾ നിങ്ങൾ വല്ല മ്യൂസിക് റിലേറ്റഡ് ആണ് നിങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിൽ മ്യൂസിക് അതിലുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. ഞാൻ ഫുഡ് റിലേറ്റഡ് ആണ്, പക്ഷേ അതിൽ ഫുഡ് എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇല്ലുസ്ട്രേഷൻ എന്ന് കൊടുത്തു. ഇനി ടാഗ്സ് കൊടുക്കാം. അപ്പോൾ കുറച്ച് ടാഗ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, പിന്നെ ഡിസ്പ്ലേ റാങ്ക് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എത്രയാണോ ഇതുള്ളത് അതിനനുസരിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ സേവ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇവിടെ അപ്ലോഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇത് പബ്ലിഷ് ആവണമെങ്കിൽ 48 hours എടുക്കും. സോ അത്രയും ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷമുള്ള നെക്സ്റ്റ് എന്തായി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് പ്രോഗ്രസ് എന്താണെന്നുള്ളത്. സോ പിറ്റേ ദിവസം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ടീഷർട്ട് അപ്ലോഡായിട്ട്, അതായത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ആ ഡിസൈന് പ്രശ്നമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു. ഡിസൈൻ ഓക്കെയാണ്, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇല്ല, AI കണ്ടൻറ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. സോ
നെക്സ്റ്റ് ഡേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡിസൈന് സബ്മിറ്റ് ആയിട്ടുണ്ട്. പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഗ്രീൻ കാണും. അപ്പോൾ നമ്മുടെ ഇത് പബ്ലിഷ് ആയി എന്നാണ് അതിനർത്ഥം. പിന്നെ നമ്മുടെ ബാലൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണും. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ 0 ഫുൾ 0 ആണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ ഇപ്പോൾ സോൾഡ് ആണെങ്കിൽ അത് സോൾഡ് അല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് റേറ്റ് മാറ്റണമെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അനലിറ്റിക്സ് ഉണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ ഡിസൈൻ എത്ര ആൾക്കാർ കണ്ടു, എത്ര ദിവസം കൊണ്ട് ഇത്ര ആൾക്കാർ കണ്ടു, അതായത് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഡിസൈന് എന്താ പറയുക, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, സെല്ലിങ് നിർത്തി വെക്കണമെങ്കിൽ നിർത്തി വെക്കാം. പിന്നെ അവിടെ തന്നെ വിഡ്രോ ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നത്. സോ അതും നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ മാത്രമേ, അതിന് ഒരു 300 രൂപ ആയാൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഗൂഗിൾ പേക്ക് അത് നേരെ വിഡ്രോ ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഈസി പ്രോസസ്സാണ്, അത്ര പ്രോബ്ലം ആയിട്ടുള്ള സംഭവമല്ല. പിന്നെ ഇതിൽ അവരെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, അവരെ പോളിസി കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഡിസൈൻ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷമുള്ള സംഭവം അതിലവർ എൻ്റെ അപ്ലോഡ് ചെയ്ത ഡിസൈൻ അക്സെപ്റ്റ് ചെയ്തതും ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഡൗട്ട് വന്നാൽ കമൻറ്റിൽ ചോദിക്കുക, എനിക്ക് മെസ്സേജ് ഞാൻ റിപ്ലൈ തരാം. സോ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ ബൈ.